സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് പൂയം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ 2024 പുതുവർഷ ഫലം നമുക്ക് നോക്കാം. 8 നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ ആകാശത്ത് കാണപ്പെടുന്നതിനെ പൂയം എന്ന് പറഞ്ഞു വരുന്നു. വ്യാഴമാണ് ഇതിന്റെ ദേവത. ഇതിന്റെ ചിഹ്നം പശുവിന്റെ അകിടാണ്. ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. വസ്തുതകൾക്കു നിരക്കാത്തത്ര ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും. സ്ത്രീകൾ സമ്പന്ന നിലയിലേക്ക് പടിപടിയായി ഉയർത്തപ്പെടുന്നത് കാണാം. സൗന്ദര്യവും സൗഭാഗ്യവും സന്താനങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുളിച്ച് അണിഞ്ഞൊരുങ്ങുന്നതിൽ ഇവർ പ്രത്യേക വൈദഗ്ധ്യം തന്നെ പ്രദർശിപ്പിക്കുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 പുതുവർഷം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യമാണ്. കർമ്മത്തിൽ തടസ്സം, യാത്രാക്ലേശം, വരുമാനത്തിൽ കുറവ് ഇവ അനുഭവപ്പെടും. സ്ത്രീകൾക്ക് ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധി, സാമ്പത്തിക ഗുണം, മനശല്യം എന്നിവ ഉണ്ടാകും. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക, നവഗ്രഹ സ്തോത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് 2024 പുതുവർഷ ഫലത്തില് പൂയം നക്ഷത്രക്കാരുടെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം. വിദേശത്തു നിന്ന് ധനാഗമനം പ്രതീക്ഷിക്കാം. ഹോട്ടലിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സന്ദർഭം അനുകൂലമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. മുൻപ് ചെയ്ത ജോലി വകയിലോ കടം കൊടുത്ത വകയിലോ ഉള്ള പണം കയ്യിൽ വന്നു ചേരും. ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടാകും. വിദേശത്തു നിന്ന് മനസ്സുഖം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ്സുകാർക്ക് വേണ്ടി പണം മുടക്കും. സുഹൃത്തുക്കളുടെ സഹായം വേണ്ടതിലധികം ഉണ്ടാകും. വാഹനങ്ങൾ റിപ്പയർ ആവശ്യമായി വന്നേക്കാം. മാർച്ച് മാസത്തെ ഫലം നോക്കാം. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. പിതൃസമ്പത്ത് ദുർവ്യയം ചെയ്യാനുള്ള പ്രവണത നിയന്ത്രിക്കണം. ഉദ്യോഗത്തിലെ പ്രമോഷനൊക്കെ ലഭിക്കും. ലോണുകൾ എളുപ്പത്തിൽ ലഭിക്കും. പുതിയ വാഹനങ്ങളൊക്കെ കൈവശം വന്നു ചേരും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. കുടുംബവുമൊത്ത് വിനോദയാത്രകളൊക്കെ ചെയ്യാൻ അവസരമുണ്ടാകും. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. അവനവന്റെ തൊഴിലിനു പുറമെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അധ്യാപനം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വരവിനേക്കാൾ ചെലവ് മുന്നിട്ട് നിൽക്കും. ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും. കുടുംബത്തിൽ സുഖവും സമാധാനവും ഒക്കെ നിലനിൽക്കും. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. വിലപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങും. സ്വന്തം സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ബിസിനസ്സിൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ആദരിക്കപ്പെടേണ്ട സ്ഥലങ്ങളിലൊക്കെ തണുത്ത പ്രതികരണം ലഭിച്ചേക്കാം. ഓഹരി കച്ചവടത്തിൽ ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടിയില്ലെന്ന് വരില്ല. അടുത്തത് ജൂൺ മാസത്തെ ഫലം നോക്കാം. പുതിയ ഏജൻസികൾ തുടങ്ങും. ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും. ജീവിത സാഹചര്യങ്ങളൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തും. ചെറു യാത്രകൾ സുഖകരമായിരിക്കും. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽ തർക്കങ്ങൾ മധ്യസ്ഥം മുഖേന പരിഹരിക്കും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. മുൻപ് മുഴുവിക്കാതെ വിട്ട പ്രവർത്തികളൊക്കെ മുഴുവിക്കും. സന്താനങ്ങൾക്ക് ചിലർ അസുഖങ്ങളൊക്കെ വരാനിടയുണ്ട്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കും. കൃഷിയിൽ ഉദ്ദേശിച്ച ആദായം ലഭിക്കും. മുൻപത്തേക്കാൾ അധികം ജോലിസ്ഥലത്ത് സമയം ചെലവഴിക്കേണ്ടതായി വരും. ഭൂമിയിൽ ക്രയവിക്രയം നടക്കും. വാഹനങ്ങൾ പഴയതൊക്കെ മാറ്റി വാങ്ങാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. വസ്തുക്കൾ വിൽക്കാമെന്ന തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകും. ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും. കലാകാരന്മാർക്ക് ഈ അവസരങ്ങൾ ആദരവുകളും അവാർഡുകളൊക്കെ ലഭിക്കും. ആ ജോലിയിൽ പരീക്ഷ എഴുതുന്നവർക്ക് ജോലിയിൽ കയറാനുള്ള അവസരമുണ്ടാകും. വീട് പണിയിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തും. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. മനസ്സിന് വേണ്ടത്ര ഉന്മേഷം അനുഭവപ്പെട്ടെന്ന് വരില്ല. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിന് കൂടുതൽ ശ്രമം ആവശ്യമായി വന്നേക്കാം. കച്ചവടത്തിൽ പ്രതീക്ഷിക്കാത്ത മാന്ദ്യം അനുഭവപ്പെടും. വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട വിജയം കൈവരിക്കും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പട്ടാളം, പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ രംഗത്തും അനുരഞ്ജനത്തിൻ്റെതായ മാർഗം സ്വീകരിക്കുക. പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കുമ്പോഴൊക്കെ അതീവ ശ്രദ്ധ
ആവശ്യമാണ്. വാഹനങ്ങൾ വിൽക്കും. ധാരാളം പണം കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. യുവജനങ്ങളുടെ വിവാഹങ്ങളൊക്കെ നടക്കാനിടയുണ്ട്. അതുപോലെ തന്നെ പ്രേമകാര്യങ്ങളൊക്കെ പരാജയത്തിൽ കലാശിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അലസമായി പിന്മാറും. വീട് വിട്ട് മാറി താമസിക്കാൻ അവസരമുണ്ടാകും. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. സന്താനങ്ങളുടെ കാര്യം ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും. ഡയറി ഫാമുകളുമായി ബന്ധപ്പെട്ട ഈ സന്ദർഭം അനുകൂലമാണ്. സ്ത്രീജനങ്ങൾ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വാക്കുതർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. വസ്തുക്കൾ പണയപ്പെടുത്തി കടം വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ പൂയം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.